വീട്ടില് നമുക്ക് ഹെലികോപ്റ്റർ ഇറക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? സംഭവം എന്ന് പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. വെള്ളം കയറുന്ന രീതിയിലാണോ വീടുള്ളത്? ചില തമാശകൾ അതിക്രൂരമാണ്. അങ്ങനത്തെ ഒരു ക്രൂരമായ ഒരു തമാശ, ഒരു ട്രോളായിട്ടാണ് ഇതിനെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പെൺകുട്ടി മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് ആരെയോ വിളിച്ചു പറയാണ്. ഇനി അത് അവരുടെ ബന്ധുവാണ്. മുല്ലപ്പെരിയാറിന്റെ താഴത്ത് എങ്ങാണ്ട് താമസിക്കുന്ന ആ ഒരു പരിസര പ്രദേശത്ത് താമസിക്കുന്ന ഒരാളെയാണ് അവർ വിളിച്ചെന്നറിയില്ല. എനിക്ക് തോന്നുന്ന അങ്ങനെയുള്ള ഒരാളെ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ അതവരെ ബന്ധുവാണെന്നോ അവര് സുഹൃത്താണെന്നോ ഇതിന് ശേഷം ചേച്ചി ഞാൻ അതൊരു ചുമ്മാ തമാശക്ക് വിളിച്ചിട്ടാണോ എന്നൊന്നും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇതൊരു ഭീകര വൃത്തികെട്ട തമാശയായി പോയി. ഹലോ, സേഫ് ആണോ? വെള്ളം കയറിയിട്ടുണ്ടോ? ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ? സുഹൃത്തുക്കളെ, സ്വാഭാവികമായിട്ടും വെള്ളപ്പൊക്കം ഉണ്ടാവുക, ഭീകരമായിട്ടുള്ള മഴ പെയ്യുക, വല്ല അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പോലീസിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ വസ്തുക്കളെല്ലാം പാക്ക് ചെയ്തിട്ട് എന്താ പറയുക, വെള്ളമൊന്നും അധികം പെട്ടെന്ന് കയറാത്ത സ്ഥലങ്ങളിൽ എത്തിക്കുക, അല്ലെങ്കിൽ അത് മാത്രം നമ്മളെ കൈകളിൽ എത്തിക്കുക. വീടും എല്ലാം തകർന്നു പോയി കഴിഞ്ഞാലും നമ്മളെ രേഖകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമ്മളായിട്ടുള്ള പേഴ്സൺ രേഖകളൊക്കെ കയ്യിൽ വെക്കുക എന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കാറുണ്ട്. ഒരു ദുരന്തത്തിന്റെ മുൻപ് തന്നെയാണ് ഇത്തരം നിർദ്ദേശങ്ങൾ കൊടുക്കാറുള്ളത്. ഇതേപോലെ ഏതൊരു സ്ത്രീയെ വിളിച്ചിട്ട് ഈ പെൺകുട്ടി പറയുന്നത് ഈ ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുമോ. ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, ആരാണ്, നിങ്ങൾ എന്തിനാ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ അതിനൊന്നും ഉത്തരം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവര് ആ സ്ത്രീയെ കൊണ്ട് കളിപ്പിക്കുകയാണ്. അതാ പറഞ്ഞത്, ഇതൊരു ചെറ്റ പരിപാടി പോയി. ഞാനെന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ മുഖമൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ഞാനായിട്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രം ബ്ലറായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ വോയിസ് നിങ്ങൾ കേൾക്കണം. ചെറ്റത്തരം. നിങ്ങളുടെ വീട്ടില് നമുക്ക് ഹെലികോപ്റ്റർ ഇറക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? സംഭവം എന്ന് പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. വെള്ളം കയറുന്ന രീതിയിലാണോ വീടുള്ളത്? ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് വെള്ളം എല്ലാം വന്നിട്ടുണ്ടോന്ന് നോക്കാവോ? അപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഹെലികോപ്റ്റർ എല്ലാം വരുന്നുണ്ടോന്ന് നോക്കോ? ഒന്ന് കൈ ഒന്ന് വീശിയേ. അവിടെ ഒരു റെഡ് കളർ, അപ്പൊ സെൻസർ അടിക്കും. ഇപ്പൊ നോക്കൂ, ആ പാവം സ്ത്രീയോട് പറഞ്ഞു നോക്കിയേ, നിങ്ങൾ പുറത്തേക്ക് നോക്കൂ, വെള്ളം കയറി വരുന്നുണ്ടോ നോക്കൂ, അപ്പുറത്തൊപ്പുറത്ത് വെള്ളം കയറി വരുന്നുണ്ടോ, നിങ്ങൾ ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കാനുണ്ടോ, കൈ വീശിയ എന്താ പറയാ സിഗ്നൽ അടിക്കും, അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചാടി വീശി നോക്കിയേ. നിങ്ങളെ അടുത്ത് ടെറസിന്റെ മുകളിലേക്ക് ഒന്ന് പോവോ? മുറ്റത്ത് സ്പേസ് ഉണ്ടോ? അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ഹെലികോപ്റ്റർ ഇറക്കാം. നല്ല പൊടി പറക്കും. രാവിലെ മിറ്റടിച്ചായിരുന്നോ? കാരണം പഴയ ഫോട്ടോ ആണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല. കണ്ടില്ലേ? കൈ ഒന്ന് മുകളിലേക്ക് 2 പ്രാവശ്യം വീശു. എല്ലാരും കുട്ടികളെ ഇറങ്ങി ഒന്ന് ചാട്, എല്ലാരും ഒരുമിച്ച്. അപ്പൊ നമ്മൾ അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യും. ഇവർക്ക് പ്രാന്തൊന്നല്ല സുഹൃത്തുക്കൾ. ഇതിപ്പോ ഇവർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്ന രീതിയിൽ എനിക്ക് വന്നൊരു വീഡിയോ ആയിരുന്നു കേട്ടത്. ഞാൻ അത് അന്വേഷിച്ച് നോക്കുമ്പോൾ ശരിയാണ്, ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് ഉണ്ട്. അവർ ഇതിന് ശേഷം ഒരു 3-4-5 വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരത് വളരെ തമാശയായിട്ട് ഏറ്റവും അവസാനം പറഞ്ഞ സംഗതിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? ആ ആധാർ കാർഡിൽ ഏറ്റവും പുതിയ ഫോട്ടോ ആണത്. കാരണം നിങ്ങളെങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഫോട്ടോയും ഈ ആധാർ കാർഡിലെ ഫോട്ടോയും ഒത്തു നോക്കിക്കൊണ്ട് ഇങ്ങനത്തെ ഒരാൾ തന്നെയാണ് ഇവിടെ മരണപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കണമല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് അവസാനം ആ പെൺകുട്ടി പറയുന്നത്, നിങ്ങൾ എല്ലാവരും മുറ്റത്തിറങ്ങിയിട്ട് തുള്ളൂ, കൈകളൊക്കെ ഇങ്ങനെ പൊന്തിച്ചു പിടിച്ച് കാണിക്കൂ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഹെലികോപ്റ്റർ താഴത്തേക്ക് ഇറക്കാൻ സാധിക്കും, മുറ്റടിച്ചു വരുന്നോ അല്ലെങ്കിൽ പൊടി പാറും എന്ന രീതിയിലൊക്കെ. ഇത് എന്ത് തരം ഫണ്ണി എന്താ പറയുക സംഗതിയാണെന്ന് എനിക്ക് മനസ്സിലാവാതില്ല. ഇതിനൊന്നും തമാശ എന്ന് പറയാൻ സാധിക്കില്ല. ഇത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സുരാജ് വെഞ്ഞാറും കൊണ്ട് ഒരു സിനിമ ഉണ്ടായിരുന്നു. അദ്ദേഹം മെട്രോയിൽ കിടന്നുറങ്ങുന്ന നമ്മളെ കേരളത്തിൽ സംഭവിച്ചതാണ്. ഏതൊരുത്തരാണ് അങ്ങനെ ഒരു പുരുഷൻ മെട്രോയിൽ തളർന്ന വശമായിട്ട് കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന് മിണ്ടാനും വയ്യ. ആ ഒരു പാവ മനുഷ്യന്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ മെട്രോയിൽ പാമ്പ് കയറി എന്ന രീതിയിലാണ് ഫോട്ടോ പ്രചരിപ്പിച്ചത്. ഒരു കുടുംബം തകർക്കാൻ ആ ഒരു ഫോട്ടോയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒരു പാവ മനുഷ്യന്റെ ജീവിതം തകർന്ന് തരിപ്പണാക്കാൻ ഒരൊറ്റ ഫോട്ടോയ്ക്ക് സാധിക്കുക. അത്രയും അധികം പേരാണ് ആ ഒരു ഫോട്ടോ ഷെയർ ചെയ്യുകയും മറ്റൊക്കെ ചെയ്തത്. ആ പാവ മനുഷ്യൻ അതൊന്നും അറിഞ്ഞില്ല. അയാൾ വീട്ടിലെത്തുമ്പോഴത്തേനും മക്കൾ ഇതൊക്കെ അറിഞ്ഞു. അച്ഛന് കള്ളുടിച്ചു, മെട്രോയിൽ ഇങ്ങനെ കള്ളുടിച്ച് പാമ്പിനെ പോലെ കിടന്നുറങ്ങി എന്നുള്ള വാർത്തകൾ കിട്ടി.
അത് ഒരു മനുഷ്യ ജീവിതം തകർക്കുകയാണെങ്കിൽ ഇത് ഒരു വലിയ ജനതയാണ്. ആ സ്ത്രീയെ മാത്രമല്ലോ ഇവരെന്താ വിചാരിച്ച് ആ സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ അത് ഒരുപക്ഷെ ഒരു പാവപ്പെട്ട സ്ത്രീ ആണെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുറ്റുപാടുകളെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ വളരെ പെട്ടെന്ന് അവർ പരിഭ്രാന്തി വരത്തില്ലേ? തൊട്ടടുത്ത വീടുകളൊക്കെ പോയിട്ട് ഇങ്ങനെ എന്നൊരാൾ വിളിച്ചു, പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു, ഹെലികോപ്റ്റർ ഇപ്പൊ വരും, നമ്മൾ ഇങ്ങനെ തുള്ളാൻ പറഞ്ഞു, കൈകളൊക്കെ പൊന്തിച്ച് നിൽക്കാൻ പറഞ്ഞു, ഈ ഹെലികോപ്റ്റർ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെറസ് വീട് ഇതിലൊക്കെ വേണം എന്ന വർത്താനൊക്കെ പറഞ്ഞു എന്ന് അവർ വളരെ പെട്ടെന്ന്, എത്ര പെട്ടെന്നാണ് ജനങ്ങളൊക്കെ പാനിക്കായി പോവുക. ആ രീതിയിലല്ലേ ഇവര് സംസാരിച്ചത്. ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ തമാശ അല്ലെങ്കിൽ ട്രോൾ എന്നൊക്കെ ഇതിനൊക്കെ എങ്ങനെ നമുക്ക് വിളിക്കാൻ സാധിക്കില്ല. എന്തായാലും ഇതിന് ശേഷം എന്തു സംഭവിച്ചു എന്നൊന്നും അവരുടെ ഇത് ഐഡിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ സംഭവിച്ചിട്ടില്ലെങ്കിലും ഇത് അസ്വല് ചെറ്റത്തരം, നാറുതരം എന്നല്ലാതെ ഇതിനൊന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും ഇതിന് താഴെ വന്ന കമന്റുകൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. പല ആളുകളും കമന്റുകളൊക്കെ ഭയങ്കര രൂക്ഷമായിട്ട് പെൺകുട്ടിയെ വിമർശിക്കുന്നുണ്ട്, ഭയങ്കര രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. വിമർശിച്ചേ ഒക്കൂ എന്നുള്ളതാണ്. കാരണം ഇതിനൊന്നും ഒരു തരത്തിലും തമാശയായിട്ട് ഇരിക്കാൻ പാടില്ല. ഞാൻ ആ സിനിമ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ക്രൂര തമാശയാണ്. ഇത്തരം തമാശകൾ എൻ്റെ പൊന്നുകുട്ടി ഇത് ഒഴിവാക്കി വെക്കൂ. ഇത് ശരിയല്ല. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ ഈ ഒരു വീഡിയോ ഇവൾക്കെതിരെ പോലീസ് കേസെടുക്കണമെതിരെയൊക്കെ കേരള പോലീസിനൊക്കെ മെൻഷൻ ചെയ്തിട്ട് പല സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ ഇത് തപ്പിപ്പിടിച്ചിട്ടാണ് എനിക്ക് നിങ്ങളെ ഐഡിയയിലേക്ക് എത്താൻ കഴിഞ്ഞത്. പക്ഷേ ഇത് വളരെ മോശമായി പോയി എന്നല്ലാതെ എനിക്ക് വേറൊരു അഭിപ്രായം പറയാനില്ല. എന്തായാലും സുഹൃത്തുക്കളെ, ബൈ.